ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് വൈകുന്നേര ചായക്കൊക്കെ പറ്റിയ ഒരു 4 മണി പലഹാരമാണ് കേട്ടോ. ഉരുളൻകിഴങ്ങ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഇത് തൊലിയൊക്കെ ഒന്ന് ചെത്തിയിട്ട് കഷ്ണങ്ങളാക്കി എടുത്തുക്കണം കേട്ടോ. ഈ കുക്കറിലേക്ക് ആണ് ഞാൻ ഇട്ട് കൊടുത്തത്. കുക്കറിൽ ഇനി ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതുപോലെ ഒരു ലേശം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊണ്ട് ഇനി ഇതൊന്ന് 2 വിസിലൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ചെറിയ കുക്കറായ കാരണം 2 വിസിൽ, വലുതാണെങ്കിൽ 1 വിസിൽ അടിച്ചാൽ മതി കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിസിലൊക്കെ ഒന്ന് പോയതിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത് വെന്തിക്കണമെന്നൊന്ന് നോക്കിയതാണ്. അപ്പോൾ നല്ല കറക്റ്റ് അളവിൽ വെന്ത് കിട്ടിയിരിക്കുന്നു കേട്ടോ. ഇനി ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കിയതിന് ശേഷം ഈ കഷ്ണങ്ങൾ മാത്രം ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് ചൂട് കൊടുക്കാൻ തന്നെ നല്ല കുത്തി ഉടച്ചെടുക്കണം കേട്ടോ. ചൂടാറിയാൽ നമുക്ക് ഇത്ര അങ്ങോട്ട് പെർഫെക്റ്റായിട്ട് കിട്ടൂല. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് ഒരു 4 ഉണക്കമുളകൊന്ന് മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ ബദലിക്ക് മുളകും പൊടി വേണമെങ്കിലും ഇട്ടിട്ടോ. ഇതാകുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്ക് ലേശം മല്ലിച്ചപ്പും ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല ഒന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് അതും ഇട്ട് കൊടുത്തുക്കണം കേട്ടോ. അതുപോലെ ചെറിയ ഒരു സവാളയാണ് എടുത്തുക്കണത്. അതും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. നേരത്തെ നമ്മൾ ഉപ്പിട്ട് വേവിച്ചതായിരുന്നു, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഇട്ടാൽ മതി കേട്ടോ. ഇപ്പോൾ ഇട്ട് കൊടുത്തിരുന്നത് കോൺഫ്ലവറാണ് കേട്ടോ. അതൊരു 4 ടീസ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിരുന്നു. പിന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ഇനി ചേർക്കരുത് കേട്ടോ. നിങ്ങൾ എടുക്കുമ്പോൾ ഇതിലേക്ക് 4 ടീസ്പൂൺ മതിയാവില്ല എന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ ആവശ്യത്തിന് ഇതിലേക്ക് ഇങ്ങനെ കുഴച്ചെടുക്കാനുള്ള രൂപത്തിൽ ആക്കിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിൽ നിന്ന് ഓരോ ഉരുളകളാക്കിയെടുക്കാൻ വേണ്ടിയിട്ടേ ഒരു പാത്രത്തിൽ ലേശം ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലുമൊക്കെ ഒന്ന് നിർത്താൽ മതി. എന്നിട്ട് കയ്യുമ്മേലൊന്ന് തടവിയതിന് ശേഷം ഇതിലേക്ക് നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് ആവശ്യം അതേ രൂപത്തിലൊന്ന് ആക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ടാണ് എടുത്തിക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ കൈൻ്റെ ഉള്ളിനടിയിൽ വെച്ചിട്ട് ഒന്ന് ഉരുട്ടിയെടുത്തതാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെയൊക്കെ ആക്കിയെടുക്കട്ടോ. അതുപോലെ നമുക്ക് കട്ട്ലേറ്റിൻ്റെ രൂപത്തിൽ അങ്ങനെയൊക്കെ ആക്കിയെടുക്കാം. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫുള്ള് ഞാൻ ആക്കിയെടുത്തിക്കണം കേട്ടോ. ചെറിയ ചെറിയ ബോൾസ് ആക്കിയെടുത്തിക്കണം. ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിരിക്കണം. അതിലേക്ക് ആവശ്യത്തിനുള്ള പൊരിച്ചെടുക്കാനുള്ള ആവശ്യത്തിനുള്ള ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് ഓരോന്നായിട്ടിട്ട് കൊടുക്കട്ടോ. പിന്നെ തീ നല്ല കൂടുതലായി പോവരുത് കേട്ടോ. തീ പറ്റ കുറവ് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ചൂടായി, പിന്നെ തീ പറ്റ കുറവാക്കി എടുക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ഉള്ളൊക്കെ കറക്റ്റ് അളവിൽ വെന്ത് കിട്ടുള്ളൂ. പിന്നെ ഇത് ഇട്ട പാടനെ അതുപോലെ ഇളക്കി കൊടുക്കുകയും ചെയ്തു. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ ഇത് അടി പറ്റി പിടിക്കുക ഒന്നുമില്ല. ഇതുപോലെ തീ കുറവാക്കിയിട്ട് വേണം ഇങ്ങനെ ഇളക്കി വേവിച്ചെടുക്കാൻ കേട്ടോ. തീ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളു വേവില്ല കേട്ടോ. ഇതിങ്ങനെ ബോൾസ് ആക്കിയ കാരണം നമ്മളിങ്ങനെ കനം കുറച്ച് നീളത്തിലാണ് അതുപോലെ പിന്നെ നമ്മൾ കട്ട്ലേറ്റിൻ്റെ രൂപത്തിലൊക്കെ പരത്തിയിട്ട് ചെറിയ ചെറിയ ഇതാക്കി എടുക്കുകയാണെങ്കിൽ ഇത്ര കുഴപ്പമില്ല കേട്ടോ. ഈ ബോൾസ് ആക്കി എടുത്താൽ ഇതുപോലെ പിന്നെ ചെറുതാവുമാണ് കേട്ടോ. ഓവർ വലിപ്പം കൂടാനും പണി. അപ്പോഴും നമുക്ക് ഇതിൻ്റെ ഉള്ളു വെന്ത് കിട്ടാൻ പണിയാണ് ഈ കാരണം. തീ കുറവാക്കിയിട്ട് ഇതുപോലെ വേവിച്ചിട്ട് ഇതിൻ്റെ വേവ് കറക്റ്റ് ആകുമ്പോൾ ഇതിങ്ങനെ മേലൊക്കെ ഉണ്ട് പൊന്തി വരും കേട്ടോ. പിന്നെ ഈ സാധനം നമുക്ക് ഇതിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഇതൊരു കനമില്ലാത്ത പോലെ തോന്നും. ഒരു സോഫ്റ്റ് ഒരു പൊന്ത് പോലത്തെ ഒരു അവസ്ഥയിലാവും കേട്ടോ. അപ്പോൾ അതൊന്ന് കറക്റ്റ് ആയപ്പോൾ വേവൊക്കെ ഒന്ന് കറക്റ്റ് ആയപ്പോൾ ഞാനത് പാത്രത്തിലേക്ക് മാറ്റിയിരുന്നു കേട്ടോ. അതുപോലെ ബാക്കിയുള്ളതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെല്ലാവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.